നമസ്കാരം. ഇന്ത്യയിലെ ടെലികോം കമ്പനികളിൽ പൊതു ഉടമസ്ഥതയിലുള്ള ഏക ടെലികോം കമ്പനിയാണ് ഭാരത് സഞ്ചാർ നിഗം ലിമിറ്റഡ് എന്ന BSNL. വർഷങ്ങൾക്ക് മുമ്പ് സിം എടുത്ത ആളുകളിൽ ഭൂരിഭാഗം പേരുടെ പക്കലും BSNL സിം കാണാം. എന്നാൽ എയർടെൽ, വോഡഫോൺ ഐഡിയ പോലുള്ള സ്വകാര്യ ടെലികോം കമ്പനികൾ ശക്തി പ്രാപിക്കുകയും ജിയോ പോലുള്ള കമ്പനികൾ പുതുതായി ടെലികോം രംഗത്തേക്ക് കടന്നു വരികയും ചെയ്തതോടെ ടെലികോം രംഗം ആകെ മാറി. കൂടാതെ കാലം മാറിയതോടുകൂടി ആളുകളുടെ ടെലികോം ആവശ്യങ്ങളും ഉപയോഗ രീതികളും മാറിയിട്ടുണ്ട്. 4Gയും 5Gയും വന്നു. ആളുകൾ ഇന്റർനെറ്റ് അടിസ്ഥാനമാക്കിയുള്ള സേവനങ്ങളോട് കൂടുതൽ താല്പര്യവും കാണിച്ചു തുടങ്ങി. ടെലികോം രംഗത്ത് പലവിധ മാറ്റങ്ങളും കടന്നു വരികയും സ്വകാര്യ ടെലികോം കമ്പനികൾ ശക്തമാവുകയും ചെയ്തതോടെ പലരും തങ്ങളുടെ പഴയ BSNL സിമ്മിനെ സെക്കൻഡറി സിം ആക്കുകയും ജിയോ, എയർടെൽ, VI പോലുള്ള കമ്പനികളുടെ സിം പ്രധാന സിമ്മായി ഉപയോഗിക്കാൻ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ സെക്കൻഡറി സിം ആയതിനു പിന്നാലെ ആളുകൾ BSNL സിം റീചാർജ് ചെയ്യാത്ത അവസ്ഥയും ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ റീചാർജ് ചെയ്യാതെ കണക്ഷൻ കട്ടാകുന്ന വക്കിലെത്തി നിൽക്കുന്ന ഒരുപാട് BSNL സിം ഉള്ള ആളുകളുണ്ട്. എല്ലാവരും 5Gയിലേക്ക് മാറിയിട്ടും 4G സേവനം പോലും ലഭ്യമാക്കാതിരുന്ന BSNLന്റെ നടപടിയും ആളുകളുടെ അവഗണനയ്ക്ക് മുഖ്യ കാരണങ്ങളിലൊന്നാണ്. എന്നാൽ ഇപ്പോൾ കഥയാകെ മാറിയിരിക്കുകയാണ്. BSNL 4G വ്യാപനം പൂർത്തിയാക്കാൻ അതിവേഗം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. 1 ലക്ഷം 4G സൈറ്റുകൾ എന്ന ലക്ഷ്യത്തിൽ ഇതിനകം 50,000-ത്തിലധികം ടവറുകളിൽ 4G ഇൻസ്റ്റാളേഷൻ ചെയ്തു കഴിഞ്ഞു. ശേഷിക്കുന്ന ഇടങ്ങളിൽ മെയ് ജൂൺ കാലയളവിന് മുമ്പ് 4G എത്തിക്കുകയും ചെയ്യും. അതിനുശേഷം ജൂലൈ ഏപ്രിൽ മുതൽ 5G വ്യാപനം ആരംഭിക്കുമെന്നാണ് BSNL ഉറപ്പു നൽകിയിട്ടുള്ളത്. കൂടാതെ സ്വകാര്യ ടെലികോം കമ്പനികൾ നൽകുന്നതിനേക്കാൾ വളരെ കുറഞ്ഞ നിരക്കിലാണ് BSNL ടെലികോം സേവനങ്ങൾ വാഗ്ദാനം ചെയ്യുന്നത്. അതിനാൽ ഇപ്പോൾ കൂടുതൽ ആളുകൾ BSNL സിം വാങ്ങാൻ അന്വേഷിച്ചു ചെല്ലുന്ന ഒരു സാഹചര്യവുമുണ്ട്. ഈ ഘട്ടത്തിൽ വർഷങ്ങളായി നമ്മൾ ഉപയോഗിച്ചു വരുന്ന BSNL സിം റീചാർജ് ചെയ്യാതെ കട്ടാക്കി കളയുന്നത് അത്ര നല്ല കാര്യമല്ല. ദീർഘനാളായി റീചാർജ് ചെയ്യാതെ കണക്ഷൻ കട്ടാകാറായ BSNL സിം കാർഡുകൾ തിരിച്ച് പഴയതുപോലെ ആക്റ്റീവ് ആക്കാൻ BSNL ചീപ്പ് റേറ്റിൽ ചില റീചാർജ് പ്ലാനുകൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. അതിലൊരു മികച്ച പ്ലാനാണ് 201 രൂപയുടെ BSNL പ്രീപെയ്ഡ് പ്ലാന്. ഇത് സിം കണക്ഷൻ ഉപേക്ഷിക്കാൻ നിൽക്കുന്നവരുടെ മനസ്സ് മാറ്റുന്ന വിധത്തിൽ ചീപ്പ് റേറ്റിൽ വാലിഡിറ്റി വാഗ്ദാനം ചെയ്യുന്നുണ്ട്. 201 രൂപയുടെ BSNL പ്രീപെയ്ഡ് പ്ലാനിലെ ആനുകൂല്യങ്ങൾ നോക്കിയാൽ 300 മിനിറ്റ് കോളിംഗ്, 6 GB ഡാറ്റ, 90 ദിവസ വാലിഡിറ്റി എന്നിവയാണ് ഈ പ്രീപെയ്ഡ് പ്ലാനിലെ ആനുകൂല്യങ്ങൾ. റീചാർജ് ചെയ്യാതെ ഗ്രേസ് പീരിയഡ് 2 ഘട്ടത്തിലെത്തിയ BSNL ഉപയോക്താക്കൾക്കാണ് ഈ പ്ലാൻ ഉപയോഗിച്ച് റീചാർജ് ചെയ്യാനാവുക. എന്താണ് GP1, GP2 എന്ന് നോക്കാം. നമ്മൾ റീചാർജ് ചെയ്യുമ്പോൾ ആ പ്ലാനിന് ഒരു അടിസ്ഥാന വാലിഡിറ്റി പറഞ്ഞിരിക്കും. ആ വാലിഡിറ്റി കാലയളവ് കഴിയുമ്പോൾ തുടർന്ന് ആനുകൂല്യങ്ങൾ ലഭ്യമാകണമെങ്കിൽ റീചാർജ് ചെയ്യണം. എന്നാൽ ഇങ്ങനെ റീചാർജ് ചെയ്തില്ലെങ്കിൽ വാലിഡിറ്റി തീരുന്ന ദിവസം മുതലുള്ള 7 ദിവസമാണ് ഗ്രേസ് പീരിയഡ് 1 അഥവാ GP1 എന്ന് പറയുന്നത്. GP1 കാലയളവിൽ ഇൻകമിംഗ് കോളും SMS ലഭ്യമാകും. എന്നാൽ ഔട്ട് ഗോയിങ് കോള്, SMS, ഡാറ്റ എന്നിവ ലഭിക്കില്ല. ഈ 7 ദിവസം പിന്നിട്ടാൽ ഗ്രേസ് പീരിയഡ് 2ലേക്ക് കടക്കും. GP1 അവസാനിച്ച ദിവസം മുതൽ തുടർന്നുള്ള 165 ദിവസ കാലയളവാണ് GP2. GP2വിൽ ഇൻകമിംഗ് കോൾ ഉൾപ്പെടെ ഒരു ആനുകൂല്യവും ലഭ്യമാകില്ല. GP2വിലെ 165 ദിവസത്തിനുള്ളിൽ അനുയോജ്യമായ പ്ലാൻ ഉപയോഗിച്ച് റീചാർജ് ചെയ്തില്ലെങ്കിൽ സിം കണക്ഷൻ കട്ടാകുമെന്നാണ് പറയപ്പെടുന്നത്. റീചാർജ് ചെയ്യാൻ താല്പര്യമില്ലാത്തവരെ റീചാർജിലേക്ക് പ്രലോഭിപ്പിക്കുന്ന വിധത്തിലുള്ളവയാണ് GP2വിൽ ഉള്ളവർക്കായി അവതരിപ്പിച്ചിരിക്കുന്ന പ്രീപെയ്ഡ് പ്ലാനുകൾ. 201 രൂപയുടെ BSNL പ്ലാൻ ഇത്തരത്തിൽ GP2 ഘട്ടത്തിലുള്ള BSNL ഉപയോക്താക്കൾക്ക് മാത്രമായി അവതരിപ്പിക്കപ്പെട്ട പ്ലാനാണ്.